പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹവന്ദനം. ഈ അടുത്ത സമയത്ത് കേരളത്തിലും കേരളത്തിൽ വെളിയിലുള്ളതായ ക്രിസ്തീയ സഭ പരമ്പരാഗതമായി തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള കൃത്യ വീക്ഷണത്തോടുകൂടെ പല ചർച്ചകളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഭ എന്ന് പറയുന്നത് അപ്പോസ്തലികമാണ്, കാതോലികമാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതും അംഗീകരിക്കാവുന്നതുമായ വസ്തുതയായിരിക്കുമ്പോൾ തന്നെ അത് അപ്പോസ്തലന്മാരുടെ കൈവയ്പിനാൽ ലഭ്യമായിരിക്കുന്ന കൂദാശ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഭ രൂപീകൃതമാകുന്നതെന്നും അതിൽ ഉൾപ്പെട്ടു നിൽക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യവുമായി ബന്ധമുള്ളൂ എന്നും അവരെ മാത്രമേ കർത്താവായ യേശുക്രിസ്തു അംഗീകരിച്ചിട്ടുള്ളൂ എന്നുള്ള ചില വാദങ്ങൾ വളരെ ശക്തമായി നമ്മുടെ നാടുകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് ആധികാരികമായ പല ചർച്ചകളിലും ഞാൻ പങ്കെടുക്കുകയുണ്ടായി. എന്നാൽ എന്റെ ഒരു സ്നേഹിതൻ ശ്രീ അജി പോൾ എന്ന് പറയുന്ന വ്യക്തി ഓസ്ട്രേലിയയിൽ നിന്ന് എന്നെ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ മറുപടി തരണം എന്നുള്ള ആഹ്വാനത്തോടുകൂടെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി സത്യവചനത്താൽ പത്യ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഇടയാക്കുന്നു. അത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ദൈവികമായുള്ള കൂട്ടായ്മയുടെ സന്തോഷം കൊണ്ടാണെന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ അറിയിക്കട്ടെ. ഒരു പട്ടത്ത സഭയിലെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ, പട്ടക്കാരൻ എന്നുള്ള നിലയിൽ ഈ വിഷയസംബന്ധമായ കാര്യങ്ങളിൽ കൃത്യമായ മറുപടി കൊടുക്കുക എന്നുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വവും ആത്മീയ പ്രചോദനവും എന്നിലുള്ളതുകൊണ്ടാണ് ഈ ദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഇത് പല എപ്പിസോഡായിട്ട് കേൾക്കാൻ സാധിക്കും. ഇത് ദീർഘമായിട്ടുള്ള ചർച്ചയായതുകൊണ്ടും പല വിഷയസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടും പല എപ്പിസോഡിൽ നിങ്ങൾക്കിത് കേൾക്കാവുന്നതാണ്. ഇതുവരെ നിങ്ങൾ ലിബർട്ടിയം TV ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവുണ്ടായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് നിങ്ങളുടെ സ്നേഹിതർക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും സഭാവിശ്വാസികൾക്കും ധൈര്യത്തോടുകൂടി അയച്ചു കൊടുക്കുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ അടുത്ത എപ്പിസോഡുകളിലും കൂടെ കേട്ടതിന് ശേഷവും നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വിമർശന രൂപത്തിലോ സ്നേഹബുദ്ധിയാലോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിന് മറുപടി തരുവാൻ ബാധ്യസ്ഥനാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആധികാരികമായിട്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതും പത്യ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ കൂടുതലായിട്ട് വിമർശിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ട് നമുക്ക് ഈ സെഷനിലേക്ക് കടക്കാം. ഇപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൈവപ്പ്, പൗരോഹിത്യം, കൈവപ്പ്, ഈ രണ്ട് കാര്യങ്ങളായിരുന്നു. അപ്പൊ അതിൽ അപ്പോസ്തോലിക സഭകൾ ഇൻവെർട്ടഡ് കോമ അപ്പോസ്തോലിക സഭകളും അതുപോലെ സുവിശേഷ വിഹിത സഭകൾ, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ഇവാഞ്ചലിക്കൽ ചർച്ചസ് എന്ന് പറയുന്ന ഈ സഭകളും തമ്മിൽ ഈ കൈവപ്പിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. നമുക്കറിയാം, ഈ അപ്പോസ്തോലിക സഭകളിലുള്ളവർക്ക് മാത്രമേ കൈവപ്പ് ഉള്ളൂ എന്നും ഈ ഇവാഞ്ചലിക്കൽ സഭകളിലുള്ളവരുടെ കൈവപ്പ് ഇത് രണ്ട് ഇല്ല എന്നുമുള്ള വാദം. ഇതെന്താണ് ഈ കൈവപ്പ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, നല്ല ചോദ്യമാണ്. ഇന്ന് ആളുകൾക്ക് കൂടുതൽ തെറ്റിദ്ധാരണ സമൂഹത്തിൽ പരത്തിക്കൊണ്ടിരിക്കുന്ന പല ആളുകൾ ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ കോണുകളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ സഭ മാത്രമാണ് ആപ്പോസ്തോലികവും ശ്ലൈഹികവും അതുപോലെ സാർവത്രികവും എന്ന് പഠിപ്പിക്കുകയും മറ്റുള്ള ഇതര സഭകളൊന്നും തന്നെ, സഹോദരി സഭകളൊന്നും തന്നെ കർത്താവിനാൽ നിർമ്മിതമല്ല, അതൊക്കെ സ്വയംഭൂവായത്, മനുഷ്യരാൽ നിർമ്മിച്ചത്, അതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റബിൾ അല്ല, അല്ലേ ജി? അങ്ങനെയല്ലേ ആളുകൾ ചോദിക്കുന്നത്? അപ്പൊ ഈ ചോദ്യത്തിന്റെ മറുപടി കൈവപ്പില്ലാത്ത സഭകളും കൈവപ്പുള്ള സഭകളും അങ്ങനെയാണ്. അല്ല, സഭകളിൽ കൈവപ്പുണ്ടായിരുന്നു. സഭകളെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ നിർമ്മിതമാണെന്നുള്ള ആദ്യമേ മനസ്സിലാക്കണം. അപ്പൊ സഭ എന്നുള്ള പദം തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കൊഹൽ എന്നുള്ളൊരു പദമായിരുന്നു ഹീബ്രു ഭാഷയിൽ പഴയ നിയമത്തില് അന്നത്തെ യഹൂദന്മാരുടെ കൂട്ടത്തിന് വിളിച്ചിരുന്നത്. അവരൊരുമിച്ച് കൂടി വരുന്നതിനെ കൊഹൽ എന്നായിരുന്നു പറഞ്ഞത്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അത് എക് കലയെ എന്നുള്ള രണ്ട് ധാതുക്കളെ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് എക്ലിസിയ എന്നുള്ള പദം വന്നു. ആ പദത്തിനും സമാനമായ അർത്ഥം തന്നെയാണ്, ദൈവിക നാമത്തിൽ ഒരുമിച്ച് കൂടുക. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യ ഞാനുണ്ട്. അതാണ് കർത്താവിന്റെ സാന്നിധ്യം നൽകുമെന്നുള്ള വാക്തത്വ ഉറപ്പ്. മനുഷ്യർക്ക് ഒരുമിച്ച് കൂടുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഒരുമിച്ച് കർത്താവ് ഉണ്ടാവും. അതിനകത്ത് പുരോഹിതന്മാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും തന്നെ ദൈവത്തിന് അതൊരു പ്രശ്നമേ അല്ല. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ ഈ കൈവപ്പ് അത് പുതിയ നിയമത്തിന്റെ കണ്ടുപിടുത്തമല്ല, പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ഒരു കൈവപ്പാണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് പുതിയ നിയമത്തിൽ. പ്രത്യേകിച്ച് ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു പ്രത്യേകവാദി, ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു പ്രത്യേകവാദി അദ്ദേഹത്തെ ഒരു ക്രിസ്തീയ സഭയുടെ അംഗമായിട്ട് നമുക്ക് ആർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളത് പല സഹോദരങ്ങളും എന്നോട് പറയുകയുണ്ടായി, പല പട്ടക്കാരും എന്നോട് പറയുകയുണ്ടായി. എന്നാലും നമുക്ക് ആരെയും അങ്ങനെ ഇഗ്നോർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും അവർക്കൊരു ദൈവം മാനസാന്തരത്തിന് ഇടം കൊടുക്കുമോ എന്ന്
ആകാംക്ഷയോടെ കാത്തിരുന്നാൽ മതി, ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. അപ്പം അദ്ദേഹം പറയുന്നത് ഈ കൈവപ്പുള്ളത് ഒരൊറ്റ സഭയ്ക്കുള്ളൂ ലോകത്തില്, ബാക്കിയൊന്നും തന്നെ അംഗീകരിക്കപ്പെട്ട സഭയല്ല എന്ന് പറയുന്നത്, ഒന്നാമത് അദ്ദേഹത്തിന്റെ അറിവിന്റെ പാപ്പരത്വം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം വെളിപ്പെടുത്തുന്നതാണ്. രണ്ട്, അദ്ദേഹം ഇത്തരത്തിലുള്ള അറിവിന്റെ പാപ്പരത്വം ആളുകളുടെ ഇടയിലേക്ക് വിടുമ്പോൾ ആളുകൾ അത് ഏറ്റുപിടിച്ചിട്ട് നേരാണല്ലോ, ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്നതാണല്ലോ ശരി, ബാക്കിയുള്ള എല്ലാം തെറ്റാണെന്നുള്ള ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അവർ ഡെവലപ്പ് ചെയ്യുകയും അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് ഏറ്റവും ഉചിതമാണ്. അപ്പം ഈ അപ്പോസ്തോലിക സഭ എന്ന് പറയുന്ന എന്താണ്, അത് ആദ്യമേ നമ്മൾ ഡിഫൈൻ ചെയ്യണം. സഭ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിനാൽ രൂപീകൃതമായിരിക്കുന്നതാണ്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് തമ്പുരാൻ തന്റെ ശിഷ്യഗണത്തോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ്. സ്ത്രീയന്മാരെ എല്ലാം കൂടെ കൂട്ടി നിർത്തി സംസാരിച്ചപ്പോഴാണ് കർത്താവ് അത് പറയുന്നത്, ഞാൻ എന്റെ സഭയെ പണിയും. ഏതിന്മേലാണ് ആ സഭ പണിതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് വിശദമായി സംസാരിക്കാം, അല്ലെ അജി? അതല്ലേ നല്ലേ? ഇപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ടല്ലോ. ഓക്കെ. രണ്ടാമത് അപ്പോസ്തല നടപടികൾ 20-ാം അധ്യായത്തില് 28-ാം വാക്യമാണെന്ന് എനിക്ക് എന്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത്, താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച തന്റെ ആട്ടിൻകൂട്ടത്തെ, ആട്ടിൻകൂട്ടം എന്നോടെ പറഞ്ഞ സഭയാണ്, താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച തന്റെ സഭയെ മേയിച്ചു കൊള്ളുവാൻ തക്കവണ്ണം എപ്പിസ്കോപ്പോസ് ആയിട്ടുള്ള ആളുകളെ പൗലോസ്ലിഹ മിലാത്തോസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എഫെസോസിലുള്ള ഒരു സഭയുടെ ഒരുപാട് എപ്പിസ്കോപ്പമാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് സംസാരിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ പറയുന്നത്, കർത്താവ് തന്റെ രക്തത്താൽ സമ്പാദിച്ചതാണ് സഭ. അപ്പൊ സഭ കർത്താവിൻ്റെതാണ്, അതാർക്കും എഴുതി കൊടുത്തിട്ടില്ല. അത് ആദ്യം അജി മനസ്സിലാക്കണം. നിങ്ങളുടെയും ആണ്, എന്റെയാണ് സഭ എന്ന് നിങ്ങൾക്ക് പറയാൻ അവകാശമില്ല. ഇന്നതേ ശരിയായിട്ടുള്ള സഭ എന്ന് പറയാൻ ഒരു മനുഷ്യർക്കും കർത്താവ് അവകാശം കൊടുത്തില്ല. കാരണം കർത്താവിന്റെയാണ് സഭ. കർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സഭയുടെ അവകാശപ്പെടാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥാവകാശം സ്വീകരിക്കാനും, ഞങ്ങളുടേതാണ് യഥാർത്ഥ സഭ എന്ന് പറയാനും തക്കവണ്ണം മൗഢ്യത്വമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അജി ആദ്യമേ. ക്ലിയർ ആയോ? അജി ചോദിച്ചതിന് രണ്ടാമത്തെ ഭാഗം കൂടെ ഉണ്ട്, അപ്പോസ്തോലികം എന്താണെന്നുള്ളത്, അല്ലെ? അപ്പോസ്തോലിക സഭ എന്ന് പറയുന്നത് അപ്പോസ്തോലന്മാർ കൈവച്ചുകൊണ്ടുണ്ടാക്കിയതല്ല, മറിച്ച് അപ്പോസ്തോലന്മാർ പഠിപ്പിച്ചത് എന്താണോ ആ പഠിപ്പിച്ച എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഡെഫിനിഷനും അതിന്റെ ആ പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ള ഒരു ചർച്ചയും നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും അജി. അപ്പോസ്തലന്മാർ എന്ത് പഠിപ്പിച്ചുവോ, എന്ത് അവർ ആചരിച്ചുവോ, എന്ത് അവർ അനുവർത്തിച്ചുവോ അതിനെ അതേപോലെ തന്നെ തങ്ങളുടെ ജീവിതത്തിലും തങ്ങളുടെ പ്രായോഗിക മണ്ഡലങ്ങളിലും തങ്ങളുടെ വിശ്വാസ രംഗങ്ങളിലും വെളിപ്പെടുത്താനും ആചരിക്കുവാനും അനുധാവനം ചെയ്യുവാനും അംഗീകരിക്കുവാനും കഴിയുന്നതാണ് വാസ്തവത്തിൽ അപ്പോസ്തോലിക പിന്തുടർച്ച എന്ന് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോ അജി? അതാണ് അതിന്റെ ഒരു പ്രൊട്ടസ്റ്റന്റ് കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇവാഞ്ചലിക്കൽ കാഴ്ചപ്പാട്. പ്രൊട്ടസ്റ്റന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് പ്ലീസ്. കാരണം അങ്ങനെ എല്ലാവരും പ്രൊട്ടസ്റ്റന്റ് ആണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിരിക്കുന്ന സഭ, അല്ലെങ്കിൽ ഉരുവാക്കപ്പെട്ട സഭ യഹൂദന്മാരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് വന്നപ്പോൾ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യായിരുന്നല്ലോ. യഹൂദ ന്യായപ്രമാണത്തെയും അവർ പാലിച്ചു വന്ന ക്രമങ്ങളെയും അവർ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടാണ് ക്രിസ്തീയ സഭയിലേക്ക് വന്നത്. അപ്പം ആദിമ സഭ തന്നെ പ്രൊട്ടസ്റ്റന്റ് ആണ് ആ വിധത്തിൽ നോക്കുമ്പോൾ, ശരിയല്ലേ? അപ്പോസ്തലന്മാർ പ്രൊട്ടസ്റ്റന്റ് അല്ലായിരുന്നോ? കർത്താവായ യേശു ക്രിസ്തു പ്രൊട്ടസ്റ്റന്റ് ആയിരുന്നു. അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് നല്ല വിളിക്കേണ്ടത്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞങ്ങള് സെമിനാരിയുടെ ഫൈനൽ ഇയർ ആയിരുന്ന സമയത്ത് തന്നെ നനിതാൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ആശ്രമമുണ്ട്. ആശ്രമത്തിൽ ഞങ്ങളെ സീനിയർ സ്റ്റുഡൻസിൽ ഒരാളെ തെരഞ്ഞെടുത്ത് അയക്കാറുണ്ട് എല്ലാ വർഷവും. അപ്പം എന്നെ ആയിരുന്നു ഒരു പ്രാവശ്യം അയച്ചു. അപ്പൊ എല്ലാ സെമിനാരികളിൽ നിന്നും, കാത്തലിക് സെമിനാരികളിൽ നിന്നും മറ്റുള്ള സെമിനാരികളിൽ നിന്നൊക്കെ ഓരോരുത്തർ വരും. അപ്പം സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ് വരുന്നത്. അപ്പൊ അവിടെ എന്റെ കൂട്ടത്തിൽ അന്ന് കാത്തലിക് സെമിനാരികളിൽ നിന്ന് കുറച്ച് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വളരെ ഐക്യം, വളരെ സ്നേഹവും, എല്ലാവരും തമ്മിൽ ഭയങ്കര സ്നേഹവും, ഞങ്ങൾ പരസ്പരം അറിയുന്നവരൊന്നും അല്ലെങ്കിൽ അവിടെ വന്നു കഴിയുമ്പോൾ ഒരു മാസമാണ്, ഒരു മാസത്തെ ഒരു പ്രത്യേക കോഴ്സ് സെന്റ് ജോൺസ് സ്റ്റഡീസിന് വേണ്ടിയിട്ടും കൂടെയാണ് ഞങ്ങളെ അയക്കുന്നത്. സ്റ്റാൻലി ജോൺസ് ആരംഭിച്ച ഒരു ആശ്രമമാണ് അത്, നനിതാൽ എന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ. അപ്പൊ അവിടെ ഇപ്പൊ അത് UK ഭാഗമാണ്, ഉത്തരാഖണ്ഡിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ ഞങ്ങള് ഉണ്ടായിരുന്നപ്പോൾ ഈ കാത്തലിക് ബ്രദേഴ്സ് ഞങ്ങളിങ്ങനെ പല വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന, റിഫോർമേഷനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ചില ആളുകൾ നിങ്ങളെ പ്രൊട്ടസ്റ്റന്റ് എന്ന് വിളിക്കുന്നു, പക്ഷെ ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ അങ്ങനെ അല്ല വിളിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെങ്ങനെയാ പിന്നെ വിളിക്കുന്നത്? ഞാനും ആ ഒരു പശ്ചാത്തലമുള്ള ആളായോണ്ട് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചു, പിന്നെ എങ്ങനെയാ വിളിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ സെപ്പറേറ്റഡ് ബ്രദേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നിയത്. നമ്മള് ആശയപരമായിട്ട് പല കാര്യങ്ങളിലും വ്യത്യസ്തരായിരിക്കും, പക്ഷെ നമ്മളെല്ലാം ബ്രദേഴ്സാണ്. അപ്പം സഭയെല്ലാം തന്നെ കർത്താവിന്റെ ആണ്. കർത്താവിന്റെ മണവാട്ടിയാണ് സഭ.
വ്യത്യസ്തമായ രീതിയിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന സഭ കൈവപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, യേശു ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ രക്ഷാനുഭവത്തിലേക്ക് വന്നിരിക്കുന്നവരെ കർത്താവ് തന്റെ സഭയോട് ചേർത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തല നടപടി 2-ാം അധ്യായത്തിലാണോ അജി? അങ്ങനെ തന്നെയല്ലേ? കർത്താവ് തന്റെ സഭയോട് ചേർത്തു. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും പിന്നെ ഞങ്ങളുടെ സഭ മാത്രമേ ശരിയായ സഭയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വ്യത്യസ്തമാണെന്ന്? ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ ഭാഷകളിലും സാഹചര്യങ്ങളിലുമാണ്. ഇനിയിപ്പോ എന്റെ ചർച്ചിനെ കുറിച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും ഗോത്രങ്ങളിലും ആരാധന നടത്തുന്ന ഒരു സഭയുടെ ശുശ്രൂഷകനാണ്, ഒരു പട്ടക്കാരനാണ്. ഞാനൊരു ബിഷപ്സ് കമ്മീസറിയാണ്, ബിഷപ്പ് ആയിട്ടില്ല. ബിഷപ്പ് ആകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബിഷപ്പ് ആക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു എന്നാണ് പലരും പറയുന്നത്. പക്ഷെ എനിക്ക് അതിനകത്ത് വിളിയില്ലാത്തതുകൊണ്ട് ഞാനത് ആ മേഖലയിലേക്ക് കൈതൊടുന്നില്ല. അപ്പൊ എനിക്കറിയാം നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ സഭകളുമായിട്ടുള്ള എന്റെ ബന്ധം. കാരണം ഞാൻ ആ വീക്ഷണത്തിൽ കൂടെ എല്ലാവരെയും, ഒരു സഭക്കാരെയും ഞാൻ മാറ്റി നിർത്താറില്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരും നിർമ്മലീകരിക്കപ്പെട്ടവരും അതോടൊപ്പം തന്നെ പിതാപുത്ര പരിശുദ്ധാത്മാവാം ഏകസത്യ നിത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവ മക്കളാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന എന്റെ സഭയിലെ എന്റെ മേൽപ്പട്ടക്കാരും സഹപട്ടക്കാരും വിശ്വാസ വൃന്ദങ്ങളും. താങ്ക് യു. ഈ പൗരോഹിത്യ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞാൻ 1-2 കാര്യങ്ങൾ ചോദിക്കാം. കാരണം ഇതൊരു അല്പം തിയോളജി ആണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു പക്ഷേ ചിലരുടെ തലയുടെ മുകളിലൂടെ പറക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും ചോദ്യങ്ങൾ ഇത്തിരി സീരിയസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ലെവലിൽ പോകാന്ന് വിചാരിക്കും. ഇപ്പൊ പഴയ നിയമത്തില് നമ്മൾ പുറപ്പാട് പുസ്തകം 19:6 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വം പുരോഹിത വർഗവുമാണെന്നാണ്, അല്ലെങ്കിൽ പുരോഹിത രാജ്യത്വം എന്നാണ് പറയുന്നത് ഇസ്രായേലിനെ പറ്റി. അപ്പൊ ഈ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണെന്ന് പറയുന്ന അതേ കാര്യം പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആർഗ്യുമെന്റ് ഇതാണ്: പഴയ നിയമത്തിൽ ഇസ്രായേലിനെ മുഴുവൻ പുരോഹിത രാജവർഗം എന്ന് വിളിച്ചിട്ട് ലേവ്യ പൗരോഹിത്യം എന്ന് പറഞ്ഞ പ്രത്യേക കൈവെപ്പിന്റെ ശുശ്രൂഷ ആക്കി വെച്ചു. ഇതേ കാര്യം തന്നെയാണ് നിയമത്തിൽ വരുന്നത്. അത് അർപ്പണ വസ്തുക്കൾ മാറി. അർപ്പണ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ ബലികൾ മാറിയിട്ട്, അതായത് മൃഗബലി മാറിയിട്ട് അപ്പവും വീഞ്ഞും ബലിയായി എന്ന് മാത്രമേ ഉള്ളൂ. ലേവ്യ പൗരോഹിത്യ വർഗം എങ്ങനെ പൗരോഹിത്യ വർഗമാണ്? ആ ലേവ്യ പൗരോഹിത്യത്തിൽ എല്ലാവരും പുരോഹിതന്മാരല്ല, അത് നമുക്കറിയാം. ലേവ്യ ഗോത്രത്തിലുള്ള എല്ലാവരും പുരോഹിതന്മാരല്ല. എന്നാൽ ലേവ്യരിൽ കൈവപ്പ് കിട്ടി അല്ലെങ്കിൽ പ്രത്യേക ശുശ്രൂഷയ്ക്ക് ആക്കപ്പെട്ട പുരോഹിതന്മാർ. അപ്പൊ ഇതുപോലെ പുതിയ നിയമത്തിലും എല്ലാവരും പുരോഹിത വർഗമാണ്, രാജകീയ പുരോഹിത വർഗമാണ് പഴയ നിയമത്തിൽ എന്ന് പറഞ്ഞത്. പുറപ്പാട് പുസ്തകം 19:6. ഇതുപോലെ പുതിയ നിയമത്തിലും ഒരു പുരോഹിത വർഗമുണ്ട്. നമ്മളെല്ലാവരും പുരോഹിത വർഗമാണ്. മാമോദീസിയയിൽ എല്ലാവരും പുരോഹിതന്മാരായി. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ 3 ഓഫീസസ് ആണുള്ളത്. നമുക്കറിയാലോ, ദൈവത്തിന്റെ സ്വന്തം സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച ആദമിന് 3 ഓഫീസാണുള്ളത്. അവൻ പുരോഹിതനാണ്, കാരണം ദൈവത്തോട് ഇടപെടുന്നവനാണ്. അവൻ രാജാവാണ്, സകലത്തെയും ഭരിക്കുന്നവനാണ്. അവൻ പ്രവാചകനുമാണ്, കാരണം അവൻ വരാനെന്ന കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അത് ഈ 3 ഓഫീസുകൾ കൂടി ദൈവത്തിന്റെ സ്വരൂപം നഷ്ടപ്പെട്ട ആദമിന് ക്രിസ്തുവിൽ കൂടി അത് തിരിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ലഭിച്ചത് രാജകീയ പുരോഹിത വർഗം എന്നുള്ള പ്രത്യേക വംശമാണ്. നമ്മുടെ പ്രവാചകന്മാർക്കുള്ള കോളിംഗ്. ചോദ്യം ഇതാണ്: ഇത്രയും വിശേഷതയുള്ള മനുഷ്യവർഗത്തിന് ഈ പുരോഹിത വർഗം എന്നുള്ള ആ ഒരു പൊസിഷൻ നമുക്ക് ആർക്ക് വേണമെങ്കിലും പുരോഹിതന്മാരാവാം. പക്ഷെ പുരോഹിതൻ എന്നുള്ളത് ഒരു പ്രത്യേക കോളിംഗ് ആണെന്നുള്ളതാണ് സത്യത്തില് ഈ ഇവാഞ്ചലിക്കൽ ആൾക്കാർക്ക് പലർക്കും എന്താണ് ഈ പൗരോഹിത്യ സഭകൾ പറയുന്നുള്ള ഒരു സ്ട്രോമാൻ ചെയ്തിട്ടാണ് തല്ലുന്നത്. മനസ്സിലായി? അപ്പൊ ഇതാണ് ഇവരുടെ വാദം. നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്, എന്നാൽ ചില പ്രത്യേക ആൾക്കാർക്ക് പൗരോഹിത്യം എന്ന ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാലോ, ഒരു പുരോഹിതൻ, ഒരു അച്ഛൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പൗരോഹിത്യം ഉണ്ട്. ഇതിന് അച്ഛന് പേഴ്സണലി എതിർപ്പുണ്ടോ? ഈ ഒരു പരിപാടി പേഴ്സണലി ഞാൻ എതിർത്തിട്ട് കാര്യമില്ല. കാരണം ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ ഈ ദൈവവചനത്തെ ആദ്യത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ 4 നൂറ്റാണ്ടുകളിൽ ഇന്ന് നമ്മൾ വിളിക്കപ്പെടുന്നതായിട്ടുള്ള 66 പുസ്തകമോ അല്ലെങ്കിൽ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട ബാക്കിയുള്ള അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളോ അടങ്ങിയ പുസ്തകങ്ങളോ ഒന്നും തന്നെ ഇന്നത്തെ രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ട സഭയിലില്ലായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ശരിയാണത്. അപ്പൊ അന്ന് ഇതൊക്കെ എല്ലാവർക്കും കിട്ടിയിരുന്നു. എല്ലാ സഭകളിലും അതിന്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ മുഴുവനായിട്ടൊക്കെ എല്ലാവർക്കും കിട്ടിയിരുന്നെങ്കിലും ഇന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗോഡായിട്ട് അവരതിനെ കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് ലഭിച്ചിരുന്നില്ല. പിന്നീടാണ് ആ ക്രോഡീകരിക്കപ്പെട്ട ബൈബിള് നമുക്കറിയാവുന്ന 4-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ കാർത്തേജിൽ വെച്ച് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുവരെ എന്തായിരുന്നു സഭ അനുവർത്തിച്ചു പോകുന്നത്, എങ്ങനെയായിരുന്നു അവർ പഠിച്ചു പോകുന്നത്? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൈവപ്പും അല്ലെങ്കിൽ പൗരോഹിത്യം എന്താണ്, ഇതിനെക്കുറിച്ച് അപ്പോസ്തലന്മാർ എന്താണ് പഠിപ്പിച്ചത്, അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോസ്തലന്മാരാണല്ലോ സഭയുടെ അടിസ്ഥാന ശിലകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാന കല്ലുകളുമായിട്ട് പണിയപ്പെട്ടിരിക്കാൻ
അപ്പൊ അവരെന്താണ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ല ഞാൻ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്റെ മെത്രാൻ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് എന്താണ്, അത് ഒരു വിഷയമേ അല്ല. അതൊക്കെ മാനുഷികമായ അഭിപ്രായങ്ങൾ. ബൈബിൾ എന്തു പറയുന്നു, ദ വേർഡ് ഓഫ് ഗോഡ് വാട്ട് ഇറ്റ് സേസ്. അപ്പൊ അതിന് ഈ ബൈബിള് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ആരംഭിച്ചാണല്ലോ ഈ ആശയങ്ങളൊക്കെ. അപ്പൊ അത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ വ്യത്യസ്തമായി തന്നെ ചർച്ച ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. സാധ്യമാണെങ്കിൽ അജി നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഡിഡാക്കെ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഡിഡക്കെ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ആണ്, ടീച്ചിങ്സ് എന്നാണ് അതിന്റെ പദം. പക്ഷെ ആ പുസ്തകം വളരെ കൃത്യമായിട്ട് ആദിമ നൂറ്റാണ്ടിൽ തന്നെ സഭാ പിതാക്കന്മാരുടെ കാലത്തിന് മുമ്പ് തന്നെ അപ്പോസ്തോലന്മാരാൽ പഠിപ്പിക്കപ്പെട്ടതായിട്ടുള്ള, അന്ന് സഭയിൽ അനുവർത്തിക്കേണ്ടിയിരുന്ന, അവരാചരിച്ചു പോരേണ്ടിയിരുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമാണ് ഡിഡക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടീച്ചിങ്സ് ഓഫ് 12 അപ്പോസ്റ്റൽസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ 12 അപ്പോസ്തോലന്മാരുടെ പഠിപ്പീരുകൾ, ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അങ്ങനെ തന്നെ ആ പുസ്തകം, അത് അങ്ങനെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ഗ്രീക്കിലാണ് ആ പുസ്തകം. ഞങ്ങളുടെയൊക്കെ സെമിനാരികളിൽ ആദ്യ വർഷത്തിൽ തന്നെ ഡിഡക്കെ കുറിച്ച് ഞങ്ങൾ പഠിപ്പിക്കും, വിശദമായിട്ട് പഠിപ്പിക്കും. ഞാൻ സെമിനാരിയുടെ പ്രിൻസിപ്പാളായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പഠിച്ചതാണ്. പഠിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കുറച്ച് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പഠിക്കുമെന്ന് കാര്യക്ഷമമായിട്ട് പഠിക്കാറില്ല. എന്നാൽ പിന്നീട് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യക്ഷമം, പ്രത്യേകിച്ച് ഓരോ കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് വരുന്ന സ്റ്റുഡൻസ് വളരെ ഇന്റലക്ച്വൽ ആയിരിക്കും, ടെക്നോളജിക്കലി ഒത്തിരി ഗ്രോണപ്പ് ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് ആശയങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും, ഒത്തിരി വായനക്കാരുണ്ടാവും, പല തരത്തിലുള്ള സ്റ്റുഡൻസ്, കുറെ മടിയന്മാരും ഉണ്ടാവും. അപ്പം അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഗ്രീക്കിൽ തന്നെ ആ ഡിഡക്കെ എന്ന് പറയുന്നതായ 16 അധ്യായങ്ങളുള്ള ആ പുസ്തകം വായിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. വായിക്കാൻ മാത്രമല്ല, പഠിക്കാനും അത് പഠിപ്പിക്കാനും ഉള്ള അവസരം കിട്ടിയ വ്യക്തിയാണ്. അത് എല്ലാ ക്രിസ്തീയ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ടുന്നതായ അടിസ്ഥാനപരമായ ഉപദേശങ്ങളാണ്. എല്ലാവരും, അതിനകത്ത് ഡിനോമിനേഷണൽ ഡിഫറൻസിയേഷൻ ഇല്ല. ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്നതായ ഏറ്റവും മൂല്യതയുള്ള ഒരു ഗ്രന്ഥമാണ് ഡിഡക്കെ. ഡിഡാക്കയിലാണ് നമുക്ക് നമ്മുടെ ഈ പൗരോഹിത്യം കോളിംഗ് എന്നുള്ള ആ ഒരു ടീച്ചിങ് എടുക്കുന്നത് മെയിൻ ആയിട്ട്. കാരണം നമുക്ക് ഒരു കൺസൈസ് ആയിട്ട് അപ്പോസ്തലന്മാരുടെ നടപടി അല്ലെങ്കിൽ ടീച്ചിങ് ഓഫ് ദി 12 അപ്പോസ്തലൻസ് ഗ്രന്ഥത്തിൽ നിന്നാണ് പൊതുവെ നമ്മളെ ഈ പൗരോഹിത്യ ശുശ്രൂഷയെ പറ്റിയും അല്ലെങ്കിൽ ബിഷപ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള പഠിപ്പിക്കല് അച്ഛനെടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഇനി പറഞ്ഞു. അത് പഠിപ്പിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, 4-ാം നൂറ്റാണ്ട് വരെ സഭയിൽ ബൈബിൾ ഈ കാണുന്ന വിധത്തിലില്ലായിരുന്നു. പിന്നെ എങ്ങനെ നിങ്ങൾ ബൈബിൾ സോളോ സ്ക്രിപ്ചർ എന്ന് പറയും എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ആ ചോദ്യത്തിന്റെ മറുപടിയും കൂടെ ഞാൻ പറയുന്നു. ഈ അപ്പോസ്തലന്മാരുടെ പഠിപ്പീരെന്ന് പറയുന്ന 16 അധ്യായങ്ങളിൽ ആ ഓരോ സെന്റൻസും അത് വെറുതെ അവരെഴുതിയതല്ല. അത് പഴയ നിയമത്തിൽ നിന്നും യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ അടങ്ങിയിരിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും അതോടൊപ്പം തന്നെ യോഹന്നാൻ ശ്ലീഹായുടെ പുസ്തകത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ലേഖന ഭാഗങ്ങളിൽ നിന്നും എടുത്തിട്ട് അതേപോലെ അതിനകത്ത് ഒരു അല്പം കൂടെ വിശദീകരണം കൊടുത്തുകൊണ്ട് ഓരോ സെന്റൻസും എഴുതിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ 16 അധ്യായങ്ങൾ കാണാൻ കഴിയുന്നത്. അതിന് 3 ഭാഗമുണ്ട്. അതിനകത്ത് സഭ എന്ത് വിശ്വസിക്കണം, എന്താണ് സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ, 2 അവർ അനുവർത്തിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയായിരിക്കണം അവർ ജീവിക്കേണ്ടത്, അവരുടെ ഇടപാടുകൾ എങ്ങനെയായിരിക്കണം, കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം, സഭയിൽ എങ്ങനെയായിരിക്കണം, അവിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം, ഇങ്ങനെ നിരവധി വസ്തുതകളെ കൃത്യമായിട്ട് അന്നേ പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലന്മാര് എഴുതിയിരുന്നു. 3-ാമത്തെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയിൽ ഉണ്ടാകേണ്ടുന്ന നടപടിക്രമങ്ങൾ, ഓർഡിനേഷൻ, അതേപോലെ തന്നെ ബാപ്റ്റിസ്മ, അതേപോലെ യൂക്കാരിസ്, ഈ കാര്യങ്ങളൊക്കെ, അതേപോലെ കൈവെപ്പ്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നു. ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗോഡ് ആയിട്ട് നമ്മൾ അതിനെ കാണുന്നില്ലെങ്കിലും ദ ടീച്ചിങ്സ് ഓഫ് അപ്പോസ്റ്റൽസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. എന്തുകൊണ്ട് പ്രധാനപ്പെട്ടായിരിക്കുന്നു? അപ്പോസ്തല നടപടിയിൽ ചേർത്ത് വെക്കാൻ വേണ്ടി അത്ര ക്വാളിറ്റി ഉള്ള ഒരു ബുക്കായിരുന്നു അത്. ആദിമ നൂറ്റാണ്ടില് ബൈബിളിന്റെ ഒപ്പം തന്നെ വെക്കാൻ പറ്റുന്ന ഒരു പുസ്തകമായിട്ടാണ്. അന്ന് ബൈബിള് നമ്മൾ കാണുന്ന വിധത്തിൽ ബൈബിൾ ഇല്ല, പഴയ നിയമമേ ഉള്ളൂ, തിരുവഴുത്തേ ഉള്ളൂ. അപ്പൊ ആ തിരുവഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ സഭയിൽ അത് പഠിപ്പിച്ചിട്ടാണ് മാമോദിസ കൊടുക്കുന്നത്. ഈ ഡിഡാക്കെ പഠിച്ചവർക്ക് മാത്രമേ സ്നാനം അല്ലെങ്കിൽ ബാപ്റ്റിസ്മ, മാമോദിസ കൊടുക്കാവൂന്ന് വളരെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് 8-ാം അധ്യായത്തിൽ. അവർക്ക് മാത്രമേ യൂക്കാരിസ്റ്റ് അനുഭവിക്കാൻ പറ്റുള്ളൂ. മാമോദിസ ലഭിക്കുന്ന ആളുകൾ എന്താണ് പറയുന്നത്, നോമ്പ് നോക്കണമെന്നും അതുപോലെ കൊടുക്കുന്നയാൾ നോക്കണമെന്നും കൊടുക്കുന്ന റണ്ണിങ് വാട്ടറിൽ സ്നാനപ്പെടണമെന്നും 3 വിധത്തിലാകാം. റണ്ണിങ് വാട്ടർ ആകാം, അല്ലെങ്കിൽ ചൂടുവെള്ളം ആകാം, അല്ലെങ്കിൽ തലയിൽ കൂടെ 3 പ്രാവശ്യം ഒഴിക്കാം. നടപടി അനുസരിച്ചിട്ട് എങ്ങനെ വേണമെന്നുള്ള ആദ്യത്തെ ഒരു പ്രാക്തന രൂപം നമുക്ക് അവിടെ ഡിഡാക്കയിൽ കാണാൻ പറ്റും. അവർ ചെയ്ത രീതികൾ,
അവർ ചെയ്ത രീതികൾ. ഇപ്പൊ ഈ അപ്പോസ്തോലിക സഭ എന്ന് പറയുമ്പോൾ എന്താണോ അപ്പോസ്തലന്മാർ വിശ്വസിച്ചതും ആചരിച്ചതും അനുവർത്തിച്ചതും അതേപോലെ തന്നെ പിന്തുടരുന്നതാണ് വാസ്തവത്തിൽ അപ്പോസ്തോലിക സഭ, അല്ലേ? ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? അത് കിട്ടുന്നത് അപ്പോസ്തല നടപടി 2-ാം അധ്യായത്തിന് 42-ാം വാക്യത്തിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം ഡിഡാസ്ക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിഡാസ്കാസ് കേൾക്കുകയും എന്ന് പറഞ്ഞാൽ ഉപദേശം കേൾക്കുകയും ചെയ്തു. എവിടുന്ന ഈ ഉപദേശം വന്നത്? ആ ഡിഡാക്ക എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളതാ, അവരെഴുതിയതാ. 12 പേര് ചേർന്ന്, ഒരാളല്ല. നമുക്കറിയാം ലേഖനങ്ങളൊക്കെ ഓരോരുത്തരായിട്ടോ അല്ലെ 2 പേര് ചേർന്ന് എഴുതിയിരിക്കുന്നതാണ്. സുവിശേഷങ്ങൾ ഓരോരുത്തർ എഴുതിയ. പക്ഷേ ഈ അപ്പോസ്തോല നടപടിക്രമങ്ങൾ, അപ്പോസ്തോലന്മാർ സഭയെ പഠിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ, കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം അവർ സ്വർഗരാജ്യത്തെ കുറിച്ച് അവരെ ഉപദേശിച്ചു പോകുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലെ? സുവിശേഷത്തിലൊക്കെ അവസാന ഭാഗത്ത് വായിക്കുന്നുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷം അപ്പോസ്തല നടപടികളിലും ആരംഭത്തിൽ നമ്മളെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെ അവരിലേക്ക് വരികയും പരിശുദ്ധാത്മാവ് അവർക്ക് ലഭ്യമായപ്പോൾ അവർ ശാക്തീകരണം പ്രാപിച്ചിട്ട് ശാക്തീകരിക്കപ്പെട്ടവരായിട്ട് കർത്താവ് അവരെ പഠിപ്പിച്ച കാര്യങ്ങൾ പുതുതായിട്ട് വിശ്വാസത്തിൽ വരുന്നവരെ പഠിപ്പിക്കുകയും ചെയ്തു. അവരിങ്ങനെ പാലിക്കണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തു. അപ്പൊ അതാണോ പിന്തുടർച്ചക്കാർ പിന്തുടരേണ്ടുന്നത്? ഒരു അതാണോ പിന്തുടരേണ്ടത്? അതോ പിന്നീട് ഏതെങ്കിലും 5-6 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ആരെങ്കിലും പറയുന്ന കാര്യങ്ങളാണോ പിന്തുടരേണ്ടത്? അങ്ങനെ പിന്തുടരുകയാണെങ്കിൽ അപ്പോസ്തോലിക പിന്തുടർച്ചയ്ക്ക് അവിടെ മുറിവേറ്റിട്ടില്ലേ? അല്ലെങ്കിൽ വിഘാതം വന്നിട്ടില്ലേ? അവിടെ ഇന്ന് ചില ആളുകളൊക്കെ ക്ലെയിം ചെയ്യുന്ന പോലെ സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ മുറിഞ്ഞു പോയില്ലേ? അവരല്ലേ ശരിക്കും സെപ്പറേറ്റഡ്, അവരല്ലേ ശരിക്കും പ്രൊട്ടസ്റ്റ് ചെയ്ത് പോയിരിക്കുന്നത്? അന്യപ്പെട്ടപ്പോൾ അന്നേരം അതിന്റെ അകത്തൊരു ചെറിയ ഒബ്ജക്ഷൻ വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു വാക്ക് അച്ഛൻ പറഞ്ഞ വാക്ക് തന്നെ എടുക്കാം. നമുക്ക് ഈ സോളാ സ്ക്രിപ്ചറ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അതിന്റെ അകത്ത് ചിലപ്പോൾ ചോദ്യം ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ഇതിന്റെ അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് ഡിഡാക്കെ ആണെങ്കിൽ സോളാ സ്ക്രിപ്ചറ. അപ്പൊ ഒരുപക്ഷെ നമുക്കൊരു മറുവാദം വയ്ക്കാം. അതായത് സ്ക്രിപ്ചർ ഇല്ലാത്തൊരു കാര്യവും നമുക്കറിയാമല്ലോ. കർത്താവിന്റെ പ്രാർത്ഥന സ്ക്രിപ്ചറിൽ നിന്നത്തേക്കാണ്, ഉപദേശങ്ങളെല്ലാം സ്ക്രിപ്ചറിൽ നിന്നാണ് എന്ന് പറയാമെങ്കിലും ഈ സോളാ സ്ക്രിപ്ചറുടെ ആംബിറ്റിൽ നിന്നും ജസ്റ്റ് പുറത്തു പോകില്ല എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതിനൊന്നും അഡ്രസ് ഇല്ല, പോവുകയല്ല. കാരണം ബൈബിളിനെ സ്ഥാപിക്കാനായിട്ട്, കാരണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഡിഡാക്കയിലുള്ളത്. ഡിഡാക്കെ അവർ പഠിപ്പിച്ചത് മുഴുവനും ബൈബിളിലെ കാര്യങ്ങളാണ്. സംക്ഷിപ്തമായിട്ട് 16 അധ്യായങ്ങളായിട്ട് അവർ ഓരോ സഭ അനുവർത്തിക്കേണ്ടുന്ന കാര്യങ്ങൾ, അവരുടെ രീതി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ പാലിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവന്മാരും, എല്ലാ മുതിർന്ന നേതാക്കന്മാരും താഴ്ന്ന നേതാക്കന്മാരും സാമാന്യ സന്തുഷ്ടരായ വിശ്വാസികളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെടും. കാരണം അത് ഉണ്ടെങ്കിൽ ഇതൊക്കെ വായിച്ച് പഠിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുകയും കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശ കൊണ്ട് നിറയുകയും ചെയ്യുന്ന വിധത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി അജി ചോദിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ മറുപടി ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് സുവിശേഷ ഭാഗങ്ങളിൽ നിന്നും തിരുവെഴുത്തുനിന്ന് കർത്താവ് തന്നെ വിളിച്ചതായിട്ടുള്ള സ്ക്രിപ്ചറിൽ നിന്ന് കർത്താവ് വിളിച്ചായിട്ടുള്ള പഴയ നിയമം അല്ലെങ്കിൽ തനാക്ക്, തോറ, നാബി, കെത്തുബ്യം, അവയിൽ നിന്നും അതോടൊപ്പം തന്നെ ലേഖന ഭാഗങ്ങളിൽ നിന്നുമാണ് ഓരോ സെന്റൻസുകൾ എടുത്തിരിക്കുന്നത്. അത് ഒരുമിപ്പിക്കുകയാണ്, ഒരു ക്രോഡീകരിച്ചാണ് ഒരു സംഭവത്തെ കുറിച്ച്. ഇപ്പം ദൂഷണം പറയുന്നതിനെ കുറിച്ച്, വ്യാജം പറയുന്നതിനെ കുറിച്ച്. അപ്പൊ അതിനകത്ത് ഏതെല്ലാം ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൂടി ചേർത്തിട്ടാണ് അതിനകത്ത് ഈ ഡിഡക്കയിൽ വരുന്നത്. അപ്പൊ അത് കാണിക്കുന്ന എന്താണ്? അന്ന് തന്നെ സ്ക്രിപ്ചർ ഉണ്ടായിരുന്നു. ബൈബിളിന്റെ ഒരു പോക്കറ്റ് ബുക്ക് നമുക്ക് കൂട്ടാം അല്ലെ? ഒരു ബൈബിൾ ഒരു പോക്കറ്റ് ബുക്ക് അല്ല, ബൈബിളിന്റെ പോക്കറ്റ് ബുക്ക് അല്ല. അത് സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഏതെല്ലാം പുസ്തകങ്ങൾ ബൈബിളിൽ ചേർക്കണം, 27 പുസ്തകങ്ങൾ ബൈബിളിൽ ചേർക്കണമെന്ന് സഭാപിതാക്കന്മാരും അന്നത്തെ മെത്രാന്മാരും കൂടെ തീരുമാനിക്കാൻ ഇടയായിത്തീർന്നത്. കാരണം അവർ കോട്ട് ചെയ്തിട്ടുള്ളതും അവരെ അംഗീകരിച്ചിട്ടുമാണല്ലോ അപ്പോസ്തലന്മാര് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളവർക്ക് ബോധ്യമായതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ. 27, നേരത്തെ 29 എന്നിട്ട് പറഞ്ഞ് ഇനി അതേക്ക് ഒരു ചിലർ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പഴയ നിയമത്തിലെ കാര്യം പറഞ്ഞപ്പോൾ 39 ഞാൻ പറഞ്ഞത്. അപ്പൊ 27 പുസ്തകം അടങ്ങിയിരിക്കുന്ന പുതിയ നിയമം അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതിനകത്ത് സഭാ വ്യത്യാസമില്ല, എല്ലാവരും 27 പുസ്തകം തന്നെയാണ് പുതിയ നിയമത്തിൽ അംഗീകരിക്കുന്നത്. പഴയ നിയമത്തിലെ പുസ്തകങ്ങളിലുള്ള വേരിയേഷൻസ് ഉള്ളത്. എന്നാൽ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇന്നും ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ ഈ 16 അധ്യായങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഈ ബൈബിളില് ഉള്ളത്. മാത്രവുമല്ല 7-ാം നൂറ്റാണ്ട് വരെ ബൈബിളില്
ഈ ഡിഡൊക്കെ ചേർത്തിരുന്നു. അതിന് ശേഷമാണത് നീക്കം ചെയ്തത്. കാരണം നീക്കം ചെയ്ത് വേണ്ടാഞ്ഞിട്ടല്ല, അത് അപ്പോസ്തലന്മാരുടെ ടീച്ചിങ്സ് ആണ്. പക്ഷേ ദൈവവചനമായിട്ട് ദ വേർഡ് ഓഫ് ഗോഡ് ആയിട്ട്, ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗോഡ് ആയിട്ട് അംഗീകരിച്ചിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിനെയാണ്, അപ്പോക്രിഫൽ പുസ്തകങ്ങൾ കൂടാത്ത പുസ്തകത്തെയാണ് ദൈവവചനമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്.